+1 കമ്പ്യൂട്ടർ സയൻസ് നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ കുറച്ച് ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നുമില്ല, 2 അതിൽ ഒരു 8 ക്വീൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞ പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ദൈവം സഹായിച്ചിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിലായിട്ട് ചെയ്തു നോക്കിയിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ പിള്ളേരെ ചെയ്തു തരാറുണ്ട്. ഇക്കൊല്ലം അങ്ങനെ തന്നെ എനിക്ക് ഒരു 3 ആളുടെ ആൻസർ കിട്ടി, വാട്സാപ്പ് ചെയ്ത് കിട്ടി. കാണാത്തവർക്ക് എന്ത് 8 ക്വീൻസ്. ക്ലാസ് കണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യുന്നവർക്കാണ് ഈ സെക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഹോംവർക്ക് ചെയ്ത് എനിക്ക് കാണിച്ചത് നമ്മുടെ ബ്രിട്ടോ, പിന്നെ ഗോഡ്സൺ, പിന്നെ ശ്രീലക്ഷ്മി 3 കുട്ടികൾ കറക്റ്റായിട്ട് കാണിച്ചിരുന്നു. ഒരാൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല, അത് കിട്ടിക്കോളും കേട്ടോ. കിട്ടാത്തതൊരു തെറ്റല്ല, ട്രൈ ചെയ്യാത്തതാണ് തെറ്റ്. അറ്റംപ്റ്റ് ചെയ്യാതെ എങ്ങനെ കിട്ടും? കാരണം നമുക്ക് ഇനി പഠിക്കാനുള്ളതൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. ചെയ്യാനുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാതെ നോക്കാതെ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കഥയില്ല. അപ്പോൾ അവരുടെ ആൻസറുകളാണ് ഈ കാണുന്നത്. അതിൽ ബ്രിട്ടോ ഒരു ബുദ്ധിയും കൂടി കാണിച്ചു. ചെസ് ബോർഡല്ലേ, ആദ്യം ഒരു ആൻസർ കിട്ടി, പിന്നെ അത് തിരിച്ചു വെച്ചു, ഒന്നുകൂടി തിരിച്ചു വെച്ചു, ഒന്നുകൂടി തിരിച്ചു വെച്ചു, അപ്പം 4 ആൻസർ കിട്ടി. ശരിയാണ്, ചെസ് ബോർഡായ കാരണം, സ്ക്വയർ ആയ കാരണം നിങ്ങൾക്ക് ചുമ്മാ കിട്ടിയ ആൻസറിന് തിരിച്ച് വെച്ചാൽ മതി. അപ്പൊ 4 തരം ആൻസർ കിട്ടും. വേറെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതിന് ഉത്തരമില്ല, ഉത്തരമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ തല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് തന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. വഴിയെ തരാം, പസിൽസ് ടു പസിൽ യു കേട്ടോ. റെഡി. പിന്നെ തന്ന ഒരു ഹോംവർക്ക് ഒരു അൽഗോരിതം ആയിരുന്നു. ഒരു അൽഗോരിതം, സർക്കിളിന്റെ ഏരിയയും പിന്നെ പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം എഴുതാൻ. അതും എനിക്ക് ഒരാളുടെ ആൻസർ കിട്ടി, ബ്രിട്ടോ തന്നെയാണ്. അപ്പൊ ബ്രിട്ടോ തന്ന ആൻസർ ആണ് സ്ക്രീനിൽ. അതാണ് ഇതിന്റെ ആൻസർ, അത് കറക്റ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ എഴുതി തന്നാൽ എനിക്ക് പണി എളുപ്പമുണ്ട്. അങ്ങനെ ഇപ്പൊ താഴെ എളുപ്പപ്പണി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യാതിരിക്കണ്ട, ചെയ്തോ, നിങ്ങൾക്ക് തന്നെ നല്ലതാണ് കേട്ടോ. നമ്മളിനി കണ്ടിന്യൂസ് നമ്പറാണ് പ്രോബ്ലങ്ങൾ കിട്ടുക. ഇപ്പൊ നമ്മളൊരു അൽഗോരിതം ഡീറ്റെയിൽ ആയി കണ്ടു. അപ്പൊ അത് 1ാമത്തെ. ഇനി കാണാൻ പോകുന്നത് തൊട്ട് നമ്മൾ 2, 3 അങ്ങനെ നമ്പർ ഇട്ട് പോകും കേട്ടോ. ശരി, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് അൽഗോരിതംസ് എന്തെന്നായിരുന്നു. അൽഗോരിതം എന്തിന്റെ ഭാഗമായിരുന്നു? നമ്മൾ അതിനു മുമ്പ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗിലെ സ്റ്റെപ്പുകളിൽ ആദ്യത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അത് വിശദമായി നമ്മൾ കണ്ട് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കലായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡോക്ടറുടെ കേസ് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ഇട്ട് കണ്ടു. അങ്ങനെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞു. അതേപോലെ കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഇതേ സ്റ്റെപ്പ് വേണ്ടി വരുന്നു, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ചെയ്ത അൽഗോരിതം, അതില് എന്താണ് പ്രോബ്ലം? ഏരിയ കാണണം, പെരിമീറ്റർ കാണണം. ഏരിയയും പെരിമീറ്ററും കാണണം എന്നുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നിങ്ങൾ ആദ്യം മനസ്സിൽ തലയിൽ നിന്ന് വിരിയണം. അത് വിരിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അൽഗോരിതം രൂപത്തിൽ എഴുതാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി അതിന്റെ സൊല്യൂഷൻ എഴുതാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ നാച്ചുറലി എഴുതാറുണ്ട്. നമ്മുടെ റെസിപ്പിയൊക്കെ അങ്ങനെ എഴുതി വന്ന എക്സാമ്പിൾ ആയിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല. അൽഗോരിതം ആണോ, അതിനൊരു തുടക്കം ഉണ്ടാവും, ഒടുക്കം ഉണ്ടാവും, ഇൻപുട്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും, പ്രോസസ്സിങ്ങിനായിട്ട് പെർമിറ്റ് ചെയ്തിട്ടുള്ള കുറെ സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റെപ്പുകൾ അനുസരിച്ച് എഴുതുന്ന സംഭവമാണ് അൽഗോരിതം. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുകയും ചെയ്തു, ഒരു ഹോംവർക്കും ചെയ്തു. അങ്ങനെ 2 അൽഗോരിതം നമ്മൾ കണ്ടു. അപ്പൊ ഇനി കാണാൻ പോകുന്നത് 3ാമത്തെയാണ്, 2ാമത്തെ അല്ല. ഹോംവർക്ക് അടക്കം 2 കഴിഞ്ഞു, ഇനി 3ാമത്തെ കേട്ടോ. അപ്പൊ റെഡി. 3ാമത്തെ അൽഗോരിതത്തേക്ക് പോകുന്നേക്കാളും മുമ്പ് 2ാമത്തെ സ്റ്റെപ്പില് നിങ്ങൾ നോക്കിയാൽ കാണാം, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ് എന്നാണ് കണക്ഷൻ. അപ്പൊ ഫ്ലോ ചാർട്ട് എന്തെന്നും കൂടി അറിഞ്ഞാലേ നമുക്ക് ഇനിയുള്ള അൽഗോരിതത്തിന്റെ കൂടെ ഫ്ലോ ചാർട്ടും കൂടി വരച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഫ്ലോ ചാർട്ട് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ് കേട്ടല്ലോ. ഫ്ലോ ചാർട്ട് സാധാരണ നമ്മളിപ്പോൾ ഒരു ഐഡിയ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ നേരത്ത് എഴുതി കാണിക്കുന്നതിനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കലാണ്. എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ മാനുവൽ, അല്ലെങ്കിൽ ടിവിയുടെ മാനുവൽ, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിന്റെ മാനുവൽ, ഇങ്ങനത്തെ ഏത് സംഭവം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷനും കൂടി കാണും. ഹിറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഈ എന്താ പറയാ, നമ്മുടെ ഈ ഇൻസെക്ട് റിപ്പല്ലന്റ് അല്ലെങ്കിൽ കില്ലർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലും പടം രൂപത്തിൽ കാണും. കാരണം എന്താ, പടം പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ആവും. ഇതേപോലെയാണ് അൽഗോരിതം. ചില കേസുകളിൽ വരുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളുള്ള അൽഗോരിതം, അല്ലെങ്കിൽ ചില സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്ന തരം അൽഗോരിതം, അങ്ങനെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ
അതിന്റെ ഈ അൽഗോരിതം എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളത് അൽഗോരിതം നോക്കി മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം അതേ അൽഗോരിതം ഒരു പിക്ചർ രൂപത്തിലാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് ആവശ്യം വന്നത്. ക്ലിയർ ആണോ? അങ്ങനെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം വിത്ത് സ്പെസിഫിക് സിംബൽസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ആരോസ് ടു ഷോ ദ സീക്വൻസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഫ്ലോ ചാർട്ട്. അപ്പോൾ അൽഗോരിതം മനസ്സിലാക്കാനും അൽഗോരിതത്തിലത്തെ ഐഡിയകൾ ഒന്നുകൂടി നന്നായി എഴുതാൻ വേണ്ടിയിട്ടുമാണ് ഫ്ലോ ചാർട്ട് കൊണ്ടുവന്നേക്കണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഫ്ലോ ചാർട്ടിന്റെ ഉള്ളിൽ ബേസിക് ആയിട്ടുള്ള കുറെ ജിയോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്. നമ്മൾ എഴുതാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് വളരെ കൺസൈസ് ആയിട്ട് ചുരുക്കിയിട്ട് ഈ ഷേപ്പുകളുടെ ഉള്ളിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ ജിയോമെട്രിക്കൽ ഷേപ്സ് താഴേക്ക് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഷേപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഫ്ലോ ലൈൻസ് കാണിക്കാൻ, ഡേറ്റ ഫ്ലോ ഓഫ് കൺട്രോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോ മാർക്കുകൾ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ സീക്വൻസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കും. അതാണ് നമ്മുടെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, അതായത് നമ്മുടെ ഫ്ലോ ചാർട്ട്. സാധാരണഗതിയിൽ നമ്മൾ ആദ്യം അൽഗോരിതം എഴുതും, എന്നിട്ട് അൽഗോരിതത്തിന് ഫ്ലോ ചാർട്ട് ആക്കും, എന്നിട്ടാണ് പിന്നെ പ്രോഗ്രാമിംഗിലേക്ക് എടുക്കുക. ഈ ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് അതിലെ കണ്ടന്റിന് അതേപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്യും. അപ്പോ ഇങ്ങനെ ഈ 2 സ്റ്റെപ്പായിട്ട് പ്രോഗ്രാമിംഗിലേക്ക് കടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അൽഗോരിതം എഴുതുമ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട. ഐഡിയ ഉണ്ടാക്കാൻ നേരത്ത് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട, അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഐഡിയ വരട്ടെ തലയിൽ നിന്ന്, ഐഡിയ വന്നാൽ അത് സിമ്പിൾ ആയിട്ട് എഴുതി വയ്ക്കാനുള്ള മെത്തേഡാണ് ഈ ഫ്ലോ ചാർട്ടും അൽഗോരിതം. ക്ലിയർ അല്ലേ? അപ്പോ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ നേരത്ത് നമ്മുടെ ഈ ലാംഗ്വേജിന്റെ റൂൾസോ ഗ്രാമറോ ഒന്നും നമുക്കൊരു വിഷയമല്ല. മാത്രമല്ല നമ്മളിങ്ങനെ ഈ പിക്ചോറിയൽ ഫോമില് ഫ്ലോ ചാർട്ടൊക്കെ വരച്ചു വെച്ചാൽ വേറൊരാൾക്ക് എന്ത് ലോജിക്കാണ് ഇയാൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കണേ അത് പറഞ്ഞു കൊടുക്കുന്നേക്കാളും വേഗം മനസ്സിലാവും, പിക്ചോറിയൽ ഫോം ആയ കാരണം. അതില് ലോജിക്ക് യൂസ് ചെയ്തേക്കണല്ലേ, അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ടെക്നിക്ക്, നിങ്ങളുടെ തലയിൽ നിന്ന് വന്ന ഐഡിയ, അതിനെയാണ് ലോജിക് എന്ന് പറയുന്നത്. ആ ലോജിക്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ അങ്ങനെ തെറ്റുകൂടാതെ നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഫ്ലോ ചാർട്ടോ അൽഗോരിതം ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ഗുണമാണ്. ഒന്ന്, പ്രോഗ്രാമർക്ക് അതൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ചില സമയങ്ങളിൽ വലിയ പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ എന്തുണ്ടാവും അറിയോ, ഈ ഐഡിയ വിരിയുന്ന ഒരാളുടെ തലയിൽ അത് ഫ്ലോ ചാർട്ട് ആക്കി വെക്കലും കൂടി അയാൾ ചെയ്തു വെച്ചു, അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്. അത് നോക്കിയിട്ട് അതിന് പ്രോഗ്രാം ആക്കൽ വേറെ ആൾ ചെയ്തോളൂ. അപ്പോൾ പ്രോഗ്രാമറിന് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം ഈ പറഞ്ഞ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്. നമുക്ക് അതിനൊരു റെഫറൻസിന് യൂസ് ചെയ്യാം. കഴിഞ്ഞില്ല, ഇതില് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത കാരണം സെയിം അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ട് പലർക്കും പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതേ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. പ്രോഗ്രാം എഴുതാം, ഇപ്പൊ C++ എഴുതാനായാലും സിയിൽ എഴുതാനായാലും ജാവയിൽ എഴുതാനായാലും സെയിം സെറ്റ് ഓഫ് അൽഗോരിതം മതി അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് മതി. അത് നോക്കിയിട്ട് അവനവനറിയാവുന്ന ഭാഷയിലേക്ക് പ്രോഗ്രാമിംഗ് മാറ്റാം. എന്തുട്ട് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഏത് ലാംഗ്വേജിൽ എഴുതാനും ശരി അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിലുണ്ട്. അതായിരുന്നു നമ്മുടെ ലാംഗ്വേജ് പ്രോസസർ. അതിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഷീനിന് മനസ്സിലാവും. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ആക്കുന്നേക്കാളും മുമ്പ് ഐഡിയ, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ, നല്ല കറക്റ്റ് ആയിട്ട് എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ഐഡിയ ഇതിനെ റെഫറൻസ് ആക്കി വെക്കാൻ ഫ്ലോ ചാർട്ടും അൽഗോരിതവും നല്ലതാണ്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അവിടെ എത്തുമ്പോൾ ലോജിക്കിൽ ഒരു എറർ ഉണ്ടാവില്ല. കാരണം ആദ്യം തന്നെ ലോജിക്കൽ എറർ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞു, ഫ്ലോ ചാർട്ടും അൽഗോരിതവും. ക്ലിയർ ആണോ? അപ്പോ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നേരത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കുറെ ജിയോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ആ ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന സിംബൽസ് പരിചയപ്പെടലാണ് ഇനി. ഫ്ലോ ചാർട്ടിൽ കുറെ സിംബൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ സിംബൽസ് ഒന്നും കാണില്ല. നമുക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രാമിംഗ് ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സിംബൽസ് അത് മാത്രമേ നമ്മളിവിടെ പരിചയപ്പെടുള്ളൂ. ഈ ഫ്ലോ ചാർട്ടിങ് സിംബൽസ് പല നാട്ടിലും പല പോലെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലോ ചാർട്ട് എന്തെന്ന് മനസ്സിലാക്കാൻ വേറെ ബുദ്ധി വേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഫ്ലോ ചാർട്ടിങ് സിംബൽസ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഫ്ലോ ചാർട്ടിങ് സിംബൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അതിൽ ഓരോ സിംബൽസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ സിംബലാണ് ടെർമിനൽ സിംബൽ. ഈ കാണുന്നതാണ് ടെർമിനൽ സിംബൽ. എന്തിനാ യൂസ് ചെയ്യണേ? ഏത് ഫ്ലോ ചാർട്ടിന്റെയും സ്റ്റാർട്ടും എൻഡും കാണിക്കാനായിട്ടാണ് നമ്മൾ ടെർമിനൽ സിംബൽസ് യൂസ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കുക, ഏത് ഫ്ലോ ചാർട്ട് ആണെങ്കിലും ശരി ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സിംബലും
ലാസ്റ്റ് യൂസ് ചെയ്യുന്ന സിമ്പലും ഈ ടെർമിനൽ സിമ്പൽ ആയിരിക്കും. ഈ എലിപ്സ് ഷേപ്പാണ് നമ്മുടെ ഈ ടെർമിനൽ സിമ്പലിനുള്ളത്, ദീർഘവൃത്തം. അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ ഈ ടെർമിനൽ സിമ്പൽ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ ടെർമിനൽ സിമ്പലിൽ നിന്ന് പുറത്തേക്ക് ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുത്ത സ്റ്റെപ്പ് വരും, അപ്പോൾ സ്റ്റാർട്ട് കഴിഞ്ഞ് അടുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ലൈൻ ആരോ മാർക്ക് യൂസ് ചെയ്യും. അതേപോലെ ടെർമിനൽ സിമ്പൽ ലാസ്റ്റ് സിമ്പലായിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റോപ്പിന് യൂസ് ചെയ്യുമ്പോൾ അപ്പം എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഇൻഫ്ലോ കാണിക്കുന്ന രീതിയിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. കാരണം അത് ലാസ്റ്റ് ആണല്ലോ, ഇനി അതിൽ നിന്ന് പുറത്തേക്ക് ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഫ്ലോ ലൈൻസ് ഉണ്ട്, ഒന്ന് സ്റ്റാർട്ടിന്റെ അവിടെ നിന്ന് പുറത്തേക്കും സ്റ്റോപ്പിന്റെ അകത്തേക്കും ഉള്ള രീതിയിലേക്ക് ഡിറക്ഷനിലാണ് ഫ്ലോ ലൈൻസ് എന്ന് മനസ്സിലാക്കുക ടെർമിനൽ സിമ്പലിൽ. അടുത്ത ഫ്ലോ ചാർട്ടിംഗ് സിമ്പലാണ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്ന സിമ്പൽ. ഇത് പാരലലോഗ്രാം ഷേപ്പാണ് നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുക. ഈ പാരലലോഗ്രാം ഷേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണോ അത് മുഴുവൻ എഴുതുക. ഇനി ഔട്ട്പുട്ട് ആണോ സെയിം പാരലലോഗ്രാമിന്റെ ഉള്ളിൽ ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ പ്രിന്റ് നമ്മൾ മുമ്പ് ഫ്ലോ ചാർട്ട് ഇതിൽ യൂസ് ചെയ്ത പോലെ, അൽഗോരിതത്തിൽ യൂസ് ചെയ്ത പോലെ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റും എന്തൊക്കെയാണോ പ്രിന്റ് ചെയ്യാനുള്ളത് അത് മുഴുവൻ പാരലലോഗ്രാമിന്റെ ഉള്ളിലാണ് എഴുതുക. ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് ഒരു ഇൻഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ലൈൻ ഉണ്ടാവാം, ഔട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് ഒരു ഫ്ലോ ലൈനും ഉണ്ടാവാം. അങ്ങനെ അകത്തേക്കും പുറത്തേക്കും ഫ്ലോ ലൈൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും യൂസ് ചെയ്യുന്ന പാരലലോഗ്രാമിന്. ഇൻഫ്ലോ ആയാലും ശരി ഔട്ട് ഫ്ലോ ആയാലും ശരി ഓരോന്നേ ഉണ്ടാവൂ എന്നും കൂടി മനസ്സിലാക്കുക. അടുത്ത ഫ്ലോ ചാർട്ടിംഗ് സിമ്പലാണ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന സിമ്പൽ. റെക്ടാങ്കുലർ ബോക്സ് ആണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. എന്താണ് ഈ പ്രോസസ്സിങ്? നമ്മുടെ ALUവിൽ നടക്കുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇനി ഇതൊക്കെ കൂടാതെ അസൈൻമെന്റ്, ഇത്രയും ഓപ്പറേഷൻസിൽ ഏത് വന്നാലും നമുക്ക് ഈ റെക്ടാങ്കുലർ ബോക്സിന്റെ ഉള്ളിലാണ് എഴുതി വെക്കേണ്ടത്. ഇങ്ങനത്തെ ഏത് ഇൻസ്ട്രക്ഷൻ ആയാലും. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഇതില് അസൈനിങ് എ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ അസൈനിങ് എ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാല്യൂ അതിനൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് അസൈനിങ് എന്ന് പറയുന്നത്. അസൈനിങ് പല രീതിയിൽ വരാം. ഇപ്പൊ എക്സാമ്പിൾ A=B എന്ന് എഴുതിയ അതിന്റെ മീനിങ് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. A=B എന്ന് എഴുതിയ അതിന്റെ മീനിങ് ബിയിലത്തെ വാല്യൂ എന്താണോ അതിനെ എയിലേക്ക് വെക്കണം എന്നാണ്. ബി എന്ന മെമ്മറി ലൊക്കേഷനിൽ വേരിയബിളിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെ എയിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നാണ് A=B എന്ന് എഴുതുന്നതിന്റെ മീനിങ്. ഇതേപോലെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടിനെയും നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാം. എങ്ങനെ? എക്സാമ്പിൾ A=B+5 എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ എന്താ സംഭവിക്കണേ? B+5 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, ആ റിസൾട്ട് എടുത്ത് എയിലേക്ക് വെക്കും. ക്ലിയർ ആണോ? ഇനി അതിന് പകരം A=2 എന്ന് എഴുതിയാൽ നേരിട്ട് 2 എന്നുള്ള വാല്യൂ ഈ A എന്ന പേരുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആവും. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും സി ഒക്കെ എന്താണ്? മെമ്മറിയുടെ ഉള്ളിലെ ഓരോ ലൊക്കേഷനും നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ എയിലും ബിയിലും സിയിലൊക്കെ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. മുമ്പ് പറഞ്ഞതാണ് വേരിയബിൾസ്. അപ്പൊ അങ്ങനെ വേരിയബിൾസിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ നമുക്ക് ഈ റെക്ടാങ്കുലർ ബോക്സ് പ്രോസസ് സിമ്പലിന്റെ ഉള്ളിൽ എഴുതിയാൽ മതി. അപ്പോൾ ALUവിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷനും നമ്മൾ ഈ പ്രോസസ് സിമ്പൽ വഴിയാണ് കാണിക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഈ വഴിയാണ് കാണിക്കുക. മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഉണ്ടായിരുന്ന പോലെ ഈ പ്രോസസ് സിമ്പലിനും ഒരു ഇൻഫ്ലോ കാണിക്കാനുള്ള ആരോ മാർക്കും ഒരു ഔട്ട് ഫ്ലോ കാണിക്കാനുള്ള ഒരു ആരോ മാർക്കും ഉണ്ടാവുക. ഒരു എൻട്രി ഫ്ലോയും ഒരു എക്സിറ്റ് ഫ്ലോയും. ക്ലിയർ അല്ലേ? അടുത്ത ഫ്ലോ ചാർട്ടിംഗ് സിമ്പലാണ് റോംബസ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പലാണ് റോംബസ്. എന്താ ഈ ഡിസിഷൻ മേക്കിംഗ്? ഈ ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിന്റെ ഉള്ളിലെത്തിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കും. എന്നിട്ട് ഈ ഡിസിഷൻ അനുസരിച്ച് ഒന്നിലധികം, രണ്ടോ അതിൽ കൂടുതലോ, സാധാരണ 2 ആണ് പതിവ്, യൂഷ്വലി 2, നിർബന്ധമല്ല 2 തന്നെ. ശരി, അപ്പോൾ 2 or more ആൾട്ടർനേറ്റീവ് പാത്ത്സ് പോയിന്റ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡയമണ്ട് തരിക. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് തൊട്ട് സ്റ്റോപ്പ് വരയ്ക്ക് സീക്വൻസിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് തരുന്നതിന് പകരം ഡയമണ്ട് എത്തിയാൽ ഉടനെ അവിടെ ഒരു ഡിസിഷൻ നടക്കും. എന്നിട്ട് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോയ്സുകൾ തരും. ഇതിന് ഏതെങ്കിലും ഒരു വഴി കൂടെ സെലക്ട് ചെയ്ത് പോവാം. ക്ലിയർ ആണോ? അപ്പോൾ റോംബസിന്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ വഴികളുണ്ടാവും.
ഒന്നിൽ കൂടുതൽ വഴികളുണ്ടാവും. ഓരോ വഴി കൂടെയും പോയാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ ആ സ്റ്റെപ്പായി എഴുതിയും വെക്കും. പക്ഷെ റോംബസിന്റെ പുറത്തേക്ക് ഫ്ലോ ഓഫ് കൺട്രോൾ ഫ്ലോ പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒരു വഴി കൂടെ പോവുള്ളൂ, ബേസ്ഡ് ഓൺ ഡിസിഷന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഒരു വഴി സെലക്ട് ചെയ്യും, അതിൽ കൂടെ പോകും. എത്ര വഴികൾ അവൈലബിൾ ആണെങ്കിലും ഡിസിഷനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ ശരിയായിരുന്നെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ നോക്കൂലോ, ആ കണ്ടീഷൻ ഓക്കെ പറയുകയാണെങ്കിൽ അതിൽ ശരിയുടെ വഴി ഏതാണോ അത് സെലക്ട് ചെയ്യും, ബാക്കി വഴികൾ സ്കിപ്പ് ചെയ്യും. കണ്ടീഷനിൽ പറഞ്ഞേക്കുന്ന സാധനം തെറ്റായിട്ടാണ് വരണമെങ്കിൽ തെറ്റിന്റെ വഴി ഏതാണോ, തെറ്റാണെങ്കിൽ പോകേണ്ട വഴി ഏതാണോ അത് സെലക്ട് ചെയ്യും, ബാക്കി വഴികൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഒരു ജംഗ്ഷനാണ് ഡിസിഷൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാം. ഇഷ്ടം എന്തിനെ ആശ്രയിച്ചിരിക്കും? ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. ഡിസിഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കും? നിങ്ങൾ അവിടെ എന്താണോ എഴുതിയേക്കണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഡയമണ്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ചില കണ്ടീഷൻസ് ആണ് സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് യെസ് അല്ലെങ്കിൽ നോ ഏതെങ്കിലും ഒരു എക്സിറ്റ് പാത്ത് സെലക്ട് ചെയ്യും. 2 പാത്ത് ഉണ്ടാവും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റോംബസിലേക്ക് ഒറ്റ പാത്ത് ഉണ്ടാവുള്ളൂ ഇൻഫ്ലോ ആയിട്ട്. പക്ഷെ എക്സിറ്റ് ഫ്ലോ, എൻട്രി ഫ്ലോ ഒന്നുള്ളെങ്കിലും എക്സിറ്റ് ഫ്ലോ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. എല്ലാ വഴിയിലും എന്തൊക്കെയാണ് എഴുതേണ്ടത് അതൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു വഴിയെ സെലക്ട് ആവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ റോംബസ് മനസ്സിലായില്ലേ? ഡിസിഷൻ മനസ്സിലായില്ലേ? അടുത്ത 5ാമത്തെ ഫ്ലോ ചാർട്ടിംഗ് സിമ്പിളാണ് ഫ്ലോ ലൈൻസ്. എന്തിനാ? ഇത് ആരോ മാർക്കുകളാണ്, വൺ സൈഡ് ആരോ ഇട്ടിട്ടുള്ള ആരോ ലൈൻസ്. ഇതാണ് ഏത് സീക്വൻസിലാണ് ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുക അത് കാണിക്കാനുള്ളത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോ ലൈൻസ് ടോപ്പ് ടു ബോട്ടാണ്. സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങി സ്റ്റോപ്പ് വരയ്ക്കും, മുകളിൽ നിന്ന് താഴേക്കാണ്. ഇനി ചില കേസുകളിൽ ചിലപ്പോൾ അത് ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ ഒക്കെ വരാം. ഇനി ബോട്ടം ടു അപ്പ് ചില സമയത്ത് അങ്ങനെയും വരും, താഴ്ന്ന ഫ്ലോ ലൈൻ മുകളിലേക്ക് അങ്ങനെയും വരാം, തെറ്റൊന്നല്ല. പക്ഷെ ഫ്ലോ ചാർട്ട് എഴുതുമ്പോൾ നല്ല ശീലം എന്താ വെച്ചാൽ ഫ്ലോ ലൈൻസ് കൂട്ടിമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ക്രോസ് ചെയ്ത് പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ നോക്കുക, കട്ട് ചെയ്ത് പോകുന്ന അവസ്ഥ വരരുത്. ഫിസിക്സിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫ്ലോ ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് കവച്ച് വെച്ച് പോകും. ആ പരിപാടി ഇവിടെ ഇല്ല. മാക്സിമം കട്ട് ചെയ്യാതെ ഒഴിവാക്കി പോവുക, വേറെ വഴി കൂടെ തിരിച്ചു വിടലാണ് ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലോ ചാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്ത ഫ്ലോ ചാർട്ടിങ് സിമ്പിളാണ് കണക്ടർ. കണക്ടർ എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കേണ്ടി വരുമ്പോൾ അപ്പോൾ അവർ ഒരു ഫ്ലോ ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ട്, പിന്നെ ഒരു ഫ്ലോ ലൈൻ അവിടെ നിന്ന് ഇങ്ങോട്ട്, ആകെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഫ്ലോ ലൈൻ ആകുമ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്യുക, കവച്ച് വെച്ച് പോകേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ കൺഫ്യൂഷൻ കൂടും. ഇനി അല്ലെങ്കിൽ ഒരു പേജിൽ നമ്മുടെ ഫ്ലോ ലൈൻസ് വെച്ചിട്ട് ഫ്ലോ ചാർട്ട് വരച്ചപ്പോൾ സ്ഥലം കഴിഞ്ഞില്ല, ഇനി അടുത്ത പേജിൽ പോയിട്ട് ബാക്കി ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കണക്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഈ കണക്ടേഴ്സ് യൂസ് ചെയ്താൽ എന്തുണ്ടാവും എന്നറിയോ? നിങ്ങൾ കണക്ടർ എന്ന് വെച്ചാൽ ഒരു സർക്കിളാണ്, ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ലേബൽ ഇടാം. അപ്പോൾ കണക്ടർ ആ 2 രീതിയിൽ യൂസ് ചെയ്യും. കണക്ടർ 2ന്റെ സെറ്റായിട്ടാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ടു കണക്ടർ വരയ്ക്കണം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ സിമ്പിൾ എഴുതിയിട്ടു, എന്നോ ബിന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് എഴുതിയിട്ടു വട്ടത്തിൻ്റെ ഉള്ളിൽ, അതാണ് നമ്മുടെ കണക്ടർ സിമ്പിൾ. എന്നിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇവിടെ നിന്ന് ഇനി നമുക്ക് വേറെ ഭാഗത്തേക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, ഇവിടെ സ്ഥലമൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് ഒരു ഫ്ലോ ലൈൻ ഇട്ടിട്ട് കണക്ടർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പേര് എഴുതി വെച്ചു, ഇപ്പം എ എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിറ്റ് ടു കണക്ടർ. അപ്പൊ എക്സിറ്റ് ടു കണക്ടറിൽ എന്തെന്ന് എഴുതിയിട്ടുണ്ട്? എ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എക്സിറ്റ് ടു എ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് നമ്മൾ എ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഭാഗത്തേക്ക്, ഫ്ലോ ചാർട്ടിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ എക്സിറ്റ് അടിച്ച് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഫ്ലോ ചാർട്ടിന്റെ വേറെ സെക്ഷനിലൊക്കെ തപ്പി നോക്കി, അപ്പൊ അവിടെ ഒരു വട്ടത്തിന്റെ ഉള്ളിലായിരിക്കണം, എന്നിട്ട് താഴേക്ക് ആരോ മാർക്കും. അപ്പൊ മനസ്സിലായി എൻട്രി ഫ്രം എ, ഇവിടെ നിന്നാണ് ഇനി എ താഴേക്ക്. അപ്പൊ എ എന്നൊരു ലേബൽ മാത്രം മതി. എന്നിട്ട് എ എന്ന ലേബലിലേക്ക് പോകണമെന്നും എ എന്ന ലേബൽ ഇവിടെ നിന്ന് തുടങ്ങണമെന്നും കാണിക്കാൻ സെയിം കണക്ടർ ലേബൽ ഇട്ടിട്ട് 2 കണക്ടർ. ക്ലിയർ ആണോ? അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷനായി, ഫ്ലോ ചാർട്ടിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ എക്സിറ്റ് ടുവും എൻട്രി ഫ്രമും അത് പെയറായി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ ഫ്ലോ ചാർട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് പല സെക്ഷൻസ് ആകാം, പക്ഷെ അതിന്റെ കണ്ടിന്യൂറ്റി പോവില്ല. ഒരു ലോങ് ലൈനിന് പകരം 2 കണക്ടർ ഇട്ട് ജോയിൻ ചെയ്തു എന്നുള്ള ഫീൽഡ് കിട്ടും. ക്ലിയർ അല്ലേ? നമ്മൾ
ഏറ്റവും ആദ്യം എഴുതിയ അൽഗോരിതം എന്തിൻ്റെ ആയിരുന്നു? 3 സംഖ്യകളുടെ സമ്മും കാണണം, ആവറേജും കാണണം. സെയിം അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോ ചാർട്ടിൽ ആദ്യം തന്നെ സ്റ്റാർട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ ഓവൽ ഷേപ്പിൽ, ഓവൽ എന്ന് വെച്ചാൽ എലിപ്സ് ഷേപ്പിൽ നമ്മൾ സ്റ്റാർട്ട് എന്ന് എഴുതി, സ്റ്റാർട്ട് ചെയ്യുന്ന താഴേക്ക് ഫ്ലോ ലൈൻ ഇട്ടു. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ കറക്റ്റായി. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ, നമ്മുടെ അൽഗോരിതത്തിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇൻപുട്ട് A, B, C ആയിരുന്നു. അപ്പോൾ അതിന് തുല്യമായിട്ട് ഇവിടെ പാരലലോഗ്രാം വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് A, B, C എന്ന് എഴുതി വെച്ചു. മൂന്നാം സ്റ്റെപ്പിൽ നമ്മൾ അവിടെ സമ്മ് കാണില്ലായിരുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ അവിടെ ആവറേജ് കാണില്ലായിരുന്നു. അപ്പോൾ 3ഉം 4ഉം സ്റ്റെപ്പിൽ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്, സമ്മ് കാണിലും ആവറേജ് കാണിലും. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 റെക്ടാങ്കുലർ ബോക്സിന്റെ ഉള്ളിൽ സമ്മ് കാണാനുള്ളത് ആവറേജ് കാണാനുള്ളത് എഴുതാം. ഇനി 2 ഇൻസ്ട്രക്ഷൻസ് അല്ലേ, അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ റെക്ടാങ്കുലർ ബോക്സിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ സമ്മ് കാണാനുള്ളതും ആവറേജ് കാണാനുള്ളതും സ്റ്റെപ്പ് സമ്മ് സിഗില്ലു S സിഗില്ലു A + B + C, ആവറേജ് സിഗില്ലു S/3. ഈ 2 സ്റ്റെപ്പുമാണ് നമ്മുടെ പ്രോസസ്സിംഗ് സിമ്പിൾ റെക്ടാങ്കുലർ ബോക്സിൽ. ആരോ ലൈൻ ഇട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, മറക്കരുത്. അങ്ങനെ നമുക്ക് സമ്മ് ആവറേജും കിട്ടി. ഇനി ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്തത് ഉടനെ ആരോ മാർക്ക് കിട്ടും. അടുത്തത് എങ്ങടാ? പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് പാരലലോഗ്രാമിൽ പ്രിന്റ് S, AVG. അപ്പോൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രിന്റിങ് കഴിഞ്ഞാൽ അടുത്ത ഫ്ലോ ലൈൻ, അടുത്ത എങ്ങടാണോ പോകേണ്ട അങ്ങോട്ട് പോയി. നമ്മുടെ പ്രോഗ്രാം അൽഗോരിതം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഫ്ലോ ചാർട്ടും കഴിഞ്ഞു, സ്റ്റോപ്പ് സിമ്പിൾ. ക്ലിയർ അല്ലേ? വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഫസ്റ്റ് അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ വരച്ചത്. നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട്, നിങ്ങൾ ചെയ്ത ഹോംവർക്ക് ആയിട്ടുള്ള അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, സിമ്പലുകൾ മാറിപ്പോവരുത്, സിമ്പലുകളുടെ ഉള്ളിൽ എഴുതുന്നതും മാറിപ്പോവരുത്. ഇത്രയും ഫ്ലോ ചാർട്ടിൽ ചെയ്യാനുണ്ട്. ഈ ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്യലാണ് അടുത്തത്. ഈ ഫ്ലോ ചാർട്ട് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയ കാരണം, പഠന രൂപത്തിൽ കാണിക്കുന്ന കാരണം, ഒരു പ്രോഗ്രാമറിന് ഞാൻ ഉപയോഗിച്ചേക്കുന്ന ലോജിക്ക് എന്തെന്ന് വേറൊരു പ്രോഗ്രാമറോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എളുപ്പം ഫ്ലോ ചാർട്ട് വഴി കാണിക്കലാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് വഴി കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ബെറ്റർ കമ്മ്യൂണിക്കേഷന് പറ്റിയതാണ് ഫ്ലോ ചാർട്ട്. ഇനി എന്താണ് ഈ ഫ്ലോ ചാർട്ടിൽ ഉദ്ദേശിക്കുന്നതെന്ന് വായിച്ച് മനസ്സിലാക്കാൻ, അനാലിസിസ് നടത്താൻ, എന്തൊക്കെ ഉദ്ദേശിക്കണമെന്ന് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ, അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പം ഈ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ലോജിക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ നേരത്ത് എളുപ്പം പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയ കാരണം ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ബെറ്റർ അനാലിസിസിന് ഫ്ലോ ചാർട്ട് നല്ലതാണ്. ഇനി എഫക്റ്റീവ് സിന്തസിസ് എന്ന് വെച്ചാൽ വലിയ ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാക്കി തിരിക്കുന്നു, എന്നിട്ട് ഓരോന്നിനും ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നു, അവസാനം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരുമിച്ചാക്കി എടുക്കുന്നു. അങ്ങനെ വലിയ പ്രോബ്ലങ്ങൾ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് വലിയ ചെറിയ ചെറിയ പ്രോബ്ലങ്ങളെ ജോയിൻ ചെയ്ത് വലുതാക്കുക. ഫ്ലോ ചാർട്ടാണോ പെട്ടെന്ന് തന്നെ ചെയ്യാം. കാരണം സ്പ്ലിറ്റ് ചെയ്ത് പലർക്കായിട്ട് കൊടുക്കുക, അവരവരുടെ ഭാഗത്തെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നു, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. എന്താണോ മെയിൻ എയിം ആ രൂപത്തേക്ക് തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടാസ്ക് എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പുകളെ ഒറ്റ സ്റ്റെപ്പാക്കി മാറ്റുന്ന ഒറ്റ യൂണിറ്റ് പോസിബിൾ ആണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാനും തിരിച്ച് ജോയിൻ ചെയ്യാനും ലോജിക്ക് അനുസരിച്ച് കേട്ടോ ചെയ്യാൻ ഇങ്ങനെ എഫക്റ്റീവ് സിന്തസിസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. പിന്നെ കോഡിങ്ങിന്റെ സമയത്ത് എഫക്റ്റീവ് കോഡിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് പഠിക്കും. പ്രോഗ്രാം എഴുതുന്നതിനാണ് കോഡിംഗ് എന്ന് പറയാം. നിങ്ങളുടെ ഈ ഫ്ലോ ചാർട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രോഗ്രാം എഴുതണേ. അപ്പോൾ പ്രോഗ്രാമിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളത് ഫ്ലോ ചാർട്ട് നോക്കുന്നു, അതിനനുസരിച്ച് പ്രോഗ്രാം എഴുതുന്നു. ഫ്ലോ ചാർട്ട് നോക്കുന്നു, പ്രോഗ്രാം എഴുതുന്നു, ഒരു കൺഫ്യൂഷനും ഇല്ല. ഏതെങ്കിലും സ്റ്റെപ്പ് മിസ്സായിണ്ടോ ഫ്ലോ ചാർട്ട് നോക്കിയാൽ മതി. കറക്റ്റ് സ്റ്റെപ്പുകളൊക്കെ ഇപ്പുറത്തെ പ്രോഗ്രാമിൽ ഇല്ലെന്ന് നോക്കാൻ എളുപ്പമാണ് ഫ്ലോ ചാർട്ട് ആകുമ്പോൾ. അങ്ങനെ കോഡിങ്ങിന്റെ ഭാഗം ഭയങ്കര ഈസി ആക്കും ഫ്ലോ ചാർട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ. ഒരു സ്റ്റെപ്പും ഒഴിവായിട്ടില്ലെന്ന് ഉറപ്പിക്കാനും ഫ്ലോ ചാർട്ട് നല്ലതാണ്. ഫ്ലോ ചാർട്ടിന്റെ ലിമിറ്റേഷൻസും കൂടി നമുക്കൊന്ന് കണ്ടുവയ്ക്കാം. കാരണം ഇത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും എക്സ്പെർട്സ് ആയി കഴിയുമ്പോൾ കുറെ ആൾക്കാർ ഫ്ലോ ചാർട്ട് വരയ്ക്കാറില്ല. എന്താ കാരണം? ഈ ലിമിറ്റേഷൻസ് അറിഞ്ഞാൽ മതി. അത് കാരണമാണ് കുറെ ആൾക്കാർ ഫ്ലോ ചാർട്ട് എന്നുള്ള സ്റ്റെപ്പ് ഒഴിവാക്കണം. എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്? വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഈ സിമ്പിൾസ് ഒക്കെ വരച്ച് പെൻസിലും പേനയൊക്കെ എടുത്ത് പടമൊക്കെ വരച്ച് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അധ്വാനമുള്ള പണിയാണ്. പക്ഷെ ആ ലോജിക്കൊക്കെ തലയിലുണ്ടെങ്കിൽ നേരിട്ട് പ്രോഗ്രാം എഴുതിയ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. പിന്നെ ഫ്ലോ ചാർട്ടിൽ നമ്മളാണെങ്കിൽ മൊത്തം സിമ്പിൾസിന്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻ ഏതാണോ അത് അങ്ങനെയാണ് എഴുതാറുള്ളത്.
ഇങ്ങനെ സിമ്പിൾ അതിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻ ഈ രീതിയിൽ എഴുതുന്ന കാരണം ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ തെറ്റിയാൽ, നമ്മുടെ പ്രോഗ്രാം ലോജിക്കിൽ തെറ്റ് പറ്റിയാൽ അത് മാറ്റി എഴുതേണ്ടി വന്നാൽ നിങ്ങളുടെ ഈ ഫ്ലോ ചാർട്ട് മുഴുവൻ മാറ്റി എഴുതേണ്ടി വരും. കാരണം എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ മാറിയാൽ അതിനനുസരിച്ച് ഇതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ മാറും. ഒരു ഇൻപുട്ട് പുതിയത് നിങ്ങളുടെ പ്രോഗ്രാമിൽ ലോജിക്കിൽ കയറി വന്നു, അത് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, തെറ്റിപ്പോയിണ്ടായിരുന്നു. തിരുത്തൽ വന്നപ്പോൾ ഒരു പ്രോസസ്സ് അധികം വന്നു, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് അധികം വന്നു, പണിയായി. വരച്ച സിമ്പിളൊക്കെ മാറ്റിയിട്ട് പുതിയത് വരയ്ക്കാൻ നിൽക്കേണ്ടി വരും. പുതിയത് പറഞ്ഞാൽ ഇൻസെർട്ട് ചെയ്യൽ എളുപ്പമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പത്തിനുണ്ട്. പിന്നെ പാരലലോഗ്രാമിൻ്റെ ഉള്ളിൽ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് കാണിക്കാൻ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഉള്ളിൽ എന്തിന് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റോംബസിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം എഴുതാം. അങ്ങനെയൊന്നൊരു നിയന്ത്രണമോ ഒരു സ്റ്റാൻഡേർഡൈസേഷനോ ഒന്നും ഇതിലില്ല. ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഒരു വാല്യൂ ഇൻപുട്ട് വാങ്ങാവൂ, അങ്ങനെയില്ല. ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഔട്ട്പുട്ടേ പാടില്ല, അങ്ങനെയില്ല. ഒരു ഡയമണ്ടിന്റെ ഉള്ളിൽ ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്യാവൂ, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലാത്ത കാരണം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പലരും പല സ്റ്റൈലില് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലോ ചാർട്ട് എന്താന്ന് കണ്ടു, ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ് കണ്ടു, അതിന്റെ ലിമിറ്റേഷൻസ് കണ്ടു. ഒരു ഫ്ലോ ചാർട്ട് പരിചയപ്പെട്ടു. അതിന്റെ ബേസിൽ നിങ്ങൾ മുമ്പ് ചെയ്ത ഹോംവർക്ക് ഫ്ലോ ചാർട്ട് ആക്കാനും തന്നു. എന്തായാലും നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. ഈ കാണുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ അൽഗോരിതം എഴുതുക, ഫ്ലോ ചാർട്ട് എഴുതുക. 5 എണ്ണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 എണ്ണം, 5 അൽഗോരിതം, 5 ഫ്ലോ ചാർട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ തന്നെ എഴുതുക. വാട്സപ്പ് ചെയ്യുക, ഞാൻ നോക്കിത്തരാം കേട്ടോ. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ ഫ്ലോ ചാർട്ടുകളും അൽഗോരിതങ്ങളും പരിചയപ്പെടും. അപ്പോൾ തൽക്കാലം ഇത്ര മതി. ബൈ.